എല്ലാ വർഷവും ജൂൺ 15-ാം തീയതി പാളയം പള്ളിയിൽ എത്തുന്നവർ കരളുലയ്ക്കുന്നൊരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാറുണ്ട്. അച്ഛൻ്റെ ഓർമ്മദിനത്തിന് കല്ലറയിലെത്തുന്ന കാഴ്ചയില്ലാത്ത മക്കളുടെ വരവ്. ആ മക്കളുടെ അച്ഛനെ ലോകത്തുള്ള സകല മലയാളികളും അറിയും. മലയാളത്തിൻ്റെ മഹാനടൻ സത്യൻ, അദ്ദേഹത്തിൻ്റെ മക്കളാണവർ. എന്നാൽ ഇന്ന് 3 എന്നത് അവർ 2ആയി ചുരുങ്ങിക്കഴിഞ്ഞു. കൂടപ്പിറപ്പുകളിൽ ഒരാൾ പോയിട്ടും മറ്റു 2 പേരും പരസ്പരം താങ്ങായി അച്ഛൻ്റെ ഓർമ്മദിനത്തിന് പള്ളിയിലെത്തും. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ച് സംവിധായകൻ ശാന്തിവിള ദിനേശ് പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത്. ഒരു ഓർമ്മദിനം കൂടി എത്തുകയാണ് വരുന്ന ജൂൺ 15-ാം തീയതി. 3 ആൺമക്കളാണ് അദ്ദേഹത്തിന്. പ്രകാശ് സത്യൻ, സതീഷ് സത്യൻ, ജീവൻ സത്യൻ. 3 പേരും കൈകോർത്തു പിടിച്ചു വരുന്ന ഒരു ദിവസമുണ്ട്, ജൂൺ 15 പാളയം പള്ളിയിൽ. സത്യൻ മാഷ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. 3 പേർക്കും കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്. അത് തന്നെയാണ് സത്യൻ മാഷിനെ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമിപ്പിച്ച സംഗതിയും. കാഴ്ചയില്ലാത്ത സത്യൻ മാഷിൻ്റെ 3 ആൺമക്കൾ. അവർ അച്ഛൻ്റെ ശവകുടീരത്തിൽ വന്ന് ഓർമ്മദിനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്നവരെ കൂടി കരയിക്കും. ആര് കണ്ടാലും സങ്കടം തോന്നുന്ന ഒരു കാഴ്ചയാണത്. കുഴിമാടത്തിൽ പൂക്കൾ അർപ്പിക്കുമ്പോൾ അവർ 3 പേരും കരയാറുണ്ട് എന്ന് ശാന്തിവിള ദിനേശ് കുറിക്കുന്നു. മലയാളത്തിൻ്റെ ആദ്യ സൂപ്പർ സ്റ്റാറായി അറിയപ്പെടുന്ന താരമാണ് ശ്രീ സത്യൻ. അദ്ദേഹം വിട പറഞ്ഞിട്ട് ജൂൺ 15-ന് 53 വർഷം പിന്നിടുകയാണ്. തൻ്റെ ശ്വാസം നിലയ്ക്കുവോളം വെള്ളിത്തിരയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അനശ്വര നടൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തെ മലയാള സിനിമ ഇന്നും വാഴ്ത്തുന്നത്. ചലച്ചിത്ര മേഖലയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ 1970 ഫെബ്രുവരിയിൽ സത്യന് ഗുരുതരമായ രക്താർബുദം സ്ഥിരീകരിച്ചു. ഏറെ ദിവസങ്ങളായി പനിയും വിളർച്ചയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഈ രോഗം സ്ഥിരീകരിക്കുന്നത്. ഡോക്ടർ വിശ്രമം നിർദ്ദേശിച്ചുവെങ്കിലും അതൊന്നും കാര്യമാക്കാതെ സത്യൻ അഭിനയം തുടരുകയായിരുന്നു. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ രക്തം ഛർദ്ദിച്ച് കുഴഞ്ഞു വീണപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ ഗുരുതരാവസ്ഥ പലർക്കും മനസ്സിലായത്. തുടർന്ന് അദ്ദേഹം സ്വയം കാർ ഓടിച്ചു പോയി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഒടുവിൽ 1971 ജൂൺ 15-ന് പുലർച്ചെ 4:30 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. 59 വയസ്സേ അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ക്യാൻസറിന്റെ പിടിയിൽപ്പെട്ടാണ് സത്യൻ മാഷ് മരിക്കുന്നത്. മൂത്ത മകൻ മരിച്ചിട്ട് 9 വർഷമായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അച്ഛൻ്റെ ഓർമ്മദിനം ജീവനും സതീഷും മാത്രമാണ് എത്തുന്നത്. പട്ടാളക്കാരനായിരുന്നു സത്യൻ മാഷ്. ജെസ്സി ആയിരുന്നു ഭാര്യ. പട്ടാളത്തിൽ നിന്നും റിട്ടയർ ആയി വന്ന ശേഷമാണ് SI ആയി കേരള പോലീസിൽ നിയമനം നേടുന്നത്. ജെസ്സി അദ്ദേഹത്തിന്റെ മുറപ്പെണ്ണായിരുന്നു. പ്രണയമായിരുന്നു ഇവരുടെ വിവാഹത്തിലേക്ക് എത്തിയത്. സാധാരണ ക്രിസ്ത്യാനികൾക്കിടയിൽ അങ്ങനെയില്ലെങ്കിലും അവർ രണ്ടാളും ഒരുമിച്ചു. സത്യൻ മാഷിന്റെ അച്ഛന് ആ ബന്ധത്തിന് എതിർപ്പായിരുന്നു. കാരണം ഒരേ ബന്ധത്തിൽപ്പെട്ട ആളിന് വിവാഹം കഴിച്ചാൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അച്ഛൻ്റെ വാക്ക് നിഷേധിക്കാൻ വയ്യാതെയാണ് സത്യൻ പട്ടാളത്തിലേക്ക് പോയത് എന്നും 17 വർഷം വിവാഹം വേണ്ട എന്ന് വെച്ചത് എന്നും ദിനേശ് പറയുന്നു. സഹോദരന്മാർ എല്ലാവരും വിവാഹം ചെയ്തു. സത്യൻ വിവാഹം കഴിക്കാതെ നിന്നതുകൊണ്ട് തന്നെ അവസാനം സത്യൻ മാഷിൻ്റെ അച്ഛൻ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു. പ്രകാശും സതീഷും ജീവനും ജനിച്ചു. 3 ഒരുമിച്ച് അദ്ദേഹം കെട്ടിപ്പിടിക്കുമായിരുന്നുള്ളൂ അത്രേ. മക്കളെ സ്നേഹിച്ച് കൊതി തീരാത്ത അച്ഛനായിരുന്നു സത്യൻ മാഷ്. അർബുദബാധിതനായി 71-ലായിരുന്നു സത്യൻ മാഷ് അന്തരിക്കുന്നത്. ഇന്ന് സതീഷും ജീവനും മാത്രമാണ് അവശേഷിക്കുന്നത്. മൂത്ത മകൻ ബാത്റൂമിൽ തലയിടിച്ചു വീണാണ് മരിച്ചത്. പപ്പ ജീവിച്ചിരുന്നപ്പോൾ വീട്ടിലെ ആരവവും ആഘോഷവും അനുഭവിച്ചവരാണ് അവർ. പക്ഷെ പപ്പ മരിച്ച ശേഷം അവരെ ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ചിലർ മനഃപൂർവ്വം ഒളിച്ചു നടന്നു, മറ്റു ചിലർ ഞങ്ങളെ സ്നേഹിച്ചു. സത്യൻ പറഞ്ഞ വാക്കുകളും ശാന്തിവിള ഓർത്തെടുക്കുന്നു. നാളേക്ക് വേണ്ടി ഒന്നും കരുതി വെച്ച ആളായിരുന്നില്ല സത്യൻ. ഒരു പക്ഷെ അതിന് സന്ദർഭം കിട്ടിയില്ലെന്ന് പറയുന്നതാകും സത്യം. കാരണം എപ്പോഴും ബന്ധങ്ങൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. വീട്ടിലെ ആദ്യത്തെ ആൺകുട്ടി അതായിരുന്നു സത്യൻ മാഷ്. എന്തായാലും സത്യൻ മാഷിൻ്റെ മക്കൾ ഈ വരുന്ന ജൂൺ 15-ന് തിരുവനന്തപുരത്തെ പാളയം പള്ളിയിൽ ഒരു ഓർമ്മദിനത്തിൽ കൂടി എത്തുമ്പോൾ സത്യനെ ഇന്നും മലയാളി മറന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.